ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗം സങ്കീർത്തനങ്ങൾ 126:3. യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. ക്രിസ്തുയേശുവിലേവർക്കും സ്നേഹവന്ദനം. ആരോഹണ ഗീതങ്ങളിൽ 7ാമത്തെ ഗീതമാണിത്. മടങ്ങിവരവിൻ്റെ സങ്കീർത്തനമായ ഇതിൽ ബാബിലോണിലെ ദീർഘകാല പ്രവാസത്തിനു ശേഷം യെരുശലേമിലേക്ക് മടങ്ങിയെത്തിയപ്പോഴുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ സങ്കീർത്തനം. പറഞ്ഞറിയിപ്പാൻ കഴിയാത്ത തരത്തിലുള്ള സന്തോഷമാണ് ഇസ്രായേൽ ജനത്തിനുണ്ടായത്. വിശ്വസിപ്പാൻ കഴിയാത്ത തരത്തിൽ ലഭിച്ച വിടുതലിൽ തങ്ങൾ സ്വപ്നം കാണുകയാണോ എന്നുവരെ അവർ സംശയിച്ചു. ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ച രീതിയിൽ ദൈവത്തോടവർക്ക് ആഴമായ ഭയവും വിലമതിപ്പും ഉണ്ടാകും. വളരെയധികം കഷ്ടപ്പെട്ടിരുന്ന ഇസ്രായേൽ മക്കൾ മാതൃരാജ്യത്തേക്ക്, അതായത് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട നഗരത്തിൽ തിരിച്ചെത്തുന്നു. കഷ്ടതകളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നുപോയപ്പോൾ ദൈവം അവരെ തള്ളിക്കളയാതെ കാത്തു. വളരെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിക്ക് പാടി ആനന്ദിക്കുവാൻ പ്രത്യാശ നൽകുന്ന സങ്കീർത്തനമാണിത്. കണ്ണുനീരിൻ്റെ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും നാം ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ചോദിക്കുന്നത്, എൻ്റെ അവസ്ഥയ്ക്കൊരു അവസാനമില്ലേ എന്നാണ്. അങ്ങനെ ചിന്തിക്കുന്നവർക്കുള്ള ഔഷധമാണ് സങ്കീർത്തനം 126. ഒരു പ്രതികൂല സാഹചര്യവും അധികനാൾ നീണ്ടുപോകയില്ലെന്നും നിങ്ങളുടെ കണ്ണുനീർ ചിരിയായും ദുഃഖത്തെ സന്തോഷമായും മാറ്റുവാൻ ദൈവത്തിന് കഴിയുമെന്നും ഉറച്ചു വിശ്വസിക്കുക. യെരുശലേമിലേക്ക് മടങ്ങുന്ന യഹൂദന്മാർക്ക് വിശ്വസിക്കുവാൻ പ്രയാസകരമായ വിടുതൽ അവർ അനുഭവിച്ചു. കഷ്ടത അനുഭവിച്ച കാലത്ത് ഇയ്യോബ് ചിന്തിച്ചിരിക്കാം, ദൈവം തന്നോട് വിട പറഞ്ഞിട്ടുണ്ടോ, ഇനിയൊരു സന്തോഷം ലഭിക്കുമോ എന്ന്. എന്നാൽ ചെറിയ കാലയളവിനുള്ളിൽ ദൈവം ഇയ്യോബിനെ പുനഃസ്ഥാപിക്കുകയും സമ്പന്നനാക്കുകയും ചെയ്തു. പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവം നമ്മോട് കരുണ കാട്ടി അനുഗ്രഹിക്കുമ്പോൾ അത് ദൈവത്തിന് മഹത്വവും നമുക്ക് സന്തോഷവും നൽകുന്നു. അതെ, കർത്താവ് നമുക്കായി വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. തൻ്റെ പുത്രൻ മുഖാന്തരം രക്ഷ നമുക്ക് നൽകിയിരിക്കുന്നു. യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച വലിയ വിടുതലിനും രക്ഷയ്ക്കുമായി കർത്താവിനെ മഹത്വപ്പെടുത്തുകയും നമ്മൾക്ക് ഉല്ലസിക്കുകയും ചെയ്യാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് us.